ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അമേരിക്കൻ സ്വീറ്റ് ഡിഷാണ്. ഇതിൻ്റെ പേര് ചിറോസ് എന്നാണ്. ഇത് നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. ഇത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കിഡിലൻ ഐറ്റമാണ്. ഇതേപോലെ ചോക്ലേറ്റ് ഗനാഷിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. ഇത് നല്ല ഈസിയാണ് ഉണ്ടാക്കാനും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 100 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. മൈദ ഇട്ടതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ഇത് അടിക്ക് പിടിച്ച് പോവും. ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിലാക്കി തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ഇത് അടിക്ക് പിടിച്ച് പോവും. ഇതേപോലെ ഒരു 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിംഗ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. മിക്സറിലേക്ക് ഓരോ മുട്ട ഇതേപോലെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം മിക്സ് ചെയ്തെടുക്കുക. ഇത് ഹാൻഡ് ബീറ്റർ വെച്ചിട്ടും ചെയ്യാം, അതാകുമ്പോൾ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരുടെ കയ്യിലും ഹാൻഡ് ബീറ്റർ ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് ഞാനിതേപോലെ തവി വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എനിക്കിതാണ് എളുപ്പമായിട്ട് തോന്നിയത്. ഇതേപോലെ ഓരോ മുട്ടയായിട്ട് ഇതിലേക്കിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. വനില എസൻസ് സ്കിപ്പ് ചെയ്യരുത്. ഇത് ഒഴിച്ചു കൊടുത്താൽ ഇതിൽ മുട്ടയുടെ മണമൊന്നും ഫ്രൈ ചെയ്യുമ്പോൾ വരില്ല, അതുകൊണ്ടാണ് ഇതിൽ വനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല ടേസ്റ്റുമാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ചിറസിൻ്റെ മാവിരിക്കുക. ഇനി നമുക്കിതേപോലെ പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിൽ നിന്ന് കുറച്ച് മാവെടുത്ത് പൈപ്പിംഗ് ബാഗിലാക്കി കൊടുക്കാം. ഞാനിവിടെ M1ൻ്റെ ഫ്ലവർ നോസിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നോസിൽ ഇടാതെയും വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. ഇനി അധികം ചൂടില്ലാത്ത എണ്ണയിലേക്ക് ഇതേപോലെ ആക്കി കൊടുക്കുക. ഇത് ഷേപ്പായി കിട്ടണമെങ്കിൽ കത്രിക കൊണ്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി. എനിക്കങ്ങനെ ചെയ്യാൻ പറ്റിയില്ല, ട്രൈ ചെയ്ത് നോക്കി, പറ്റിയില്ല. ഇതേപോലെ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. കത്രിക കൊണ്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ ബാക്ക് സൈഡ് വരുമ്പോൾ ഇങ്ങനെ വാല് പോലെ വരില്ല. ഇതൊരു ബാച്ച് ഞാൻ ഫ്രൈ ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ബാച്ചും ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എണ്ണ പ്രത്യേകം ശ്രദ്ധിക്കണം, അധികം ചൂടില്ലാത്ത എണ്ണയിലിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും, ഉൾഭാഗം വേവില്ല. ഈ ഒരു കളറിലാണിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്.
ഇനി ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് 1/4 കപ്പ് ഷുഗർ പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കറുവപ്പട്ട പൊടിച്ചതിട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ചിറസ് ഇതിലേക്ക് ഡിപ്പ് ചെയ്ത് വെക്കുക. ഇത് സ്കിപ്പ് ചെയ്യരുത്, ഇതും നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാൻ വേണ്ടി സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് എൻ്റെ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് 1/4 കപ്പ് പാലും 50 ഗ്രാം ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്, 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുത്ത് ഈ പാലിലേക്ക് ചോക്ലേറ്റ് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. ഇത് നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീം വെച്ചിട്ടും ചെയ്യാം. വിപ്പിംഗ് ക്രീമും ചോക്ലേറ്റും ഇട്ട് ഗനാഷ് ഉണ്ടാക്കിയെടുക്കാം. ഞാനിതിപ്പോൾ എൻ്റെ കയ്യിൽ വിപ്പിംഗ് ക്രീം ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ഒരു രീതിയിൽ ചെയ്യുന്നതെന്ന് മാത്രം. നല്ല ടേസ്റ്റാണ്. ഇനി 1/4 കപ്പ് പാലിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കോൺഫ്ലവർ നന്നായിട്ട് പാലിൽ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. കൊക്കോ പൗഡർ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ മിക്സ്ചറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് കോൺഫ്ലോർ ഇട്ടതിന് ശേഷം മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ല ഗനാഷിൻ്റെ അതേ രീതിയിൽ തന്നെ കിട്ടും. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതേപോലെ ചെറിയൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചിറോസ് ഇതേപോലെ ചോക്ലേറ്റ് ഗനാഷിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് പുറമേ നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കിടിലൻ ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.